കേരളത്തിലെ സുഗമ സംഗീത സംസ്കാരം അല്ലെങ്കിൽ ജനങ്ങളുടെ സംഗീതം നമ്മുടെ നാടക ചലച്ചിത്ര ഗാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ഉന്നത ശീർഷരായിട്ടുള്ള രണ്ട് ഗാനരചയിതാക്കളെ, കവികളെയാണ് നമ്മളിന്ന് പരിചയപ്പെടേണ്ടത്. വലിയ കടലുകൾ പോലെയുള്ള രണ്ട് എഴുത്തുകാരാണ്. സമുദ്രങ്ങളെ ഉള്ളംകൈയിലെടുത്ത് ആചമിക്കുന്ന ഋഷിവര്യന്മാർക്ക് മാത്രമേ അവരെ ശരിക്കും മനസ്സിലാക്കി പരിചയപ്പെടുത്താൻ സാധിക്കൂ. എങ്കിലും നിങ്ങളൊക്കെ പാട്ടിന്റെ പ്രണയികളാണ് എന്നുള്ളതുകൊണ്ട് പി ഭാസ്കരനും വയലാറും ഉണ്ടാക്കിയ ഗാനസാഹിതിയുടെ അനന്ത ലാവണ്യ സ്ഥലങ്ങളെ, അതിന്റെ സത്യസൗന്ദര്യ ഭൂഭാഗങ്ങളെ, അതൊരു പ്രത്യേക ഭൂപ്രദേശമാണ്, പാട്ടിന്റെ ഒരു ഭൂപ്രദേശം. അതിനെ ഒന്ന് ചെറുതായി ഇഴവിടർത്തി കാണിച്ചു തരാൻ മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രഭാഷണത്തിൽ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കും അതറിയാം. നേർക്ക് നേരെ സംസാരിക്കുമ്പോൾ ഒരു ആവേശമുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് വികസിക്കാൻ സാധിക്കും. ഇത് പലപ്പോഴും ഏകപക്ഷീയമായി സംസാരിക്കുകയാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പരസ്പര സംവാദപൂർണമായ ഒരു പ്രഭാഷണം സാധ്യമാവില്ല. ജയരാജ് അറിയാം, ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ശ്രോതാക്കളിൽ നിന്നുകൂടി ഊർജ്ജം സംഭരിച്ചിട്ടാണ് സാധാരണ സംസാരിക്കുക. അതിനൊരു സാധ്യതയില്ല. എങ്കിലും ഗീതം സംഗീതം എന്ന ഈ പ്രസ്ഥാനത്തിന്റെ, ഈ സംഗീത പ്രസ്ഥാനത്തിന്റെ സാധ്യതകളും അതിന്റെ വലിയ കൂട്ടായ്മയും അറിയാവുന്നതുകൊണ്ട് ഒരുപാട് പേർ ഇത് കേൾക്കുമെന്ന് എനിക്കറിയാം. ആ ഒരു ജാഗ്രതയോടുകൂടി തന്നെ എന്റെ മനസ്സിലുള്ള ഭാസ്കരനെയും വയലാറിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആമുഖമായി പറയാനുള്ള ഒരു കാര്യം, മലയാള കവിതയുടെ വികാസമാണ് ഗാനങ്ങൾ. പലരും, പല ബുദ്ധിജീവികളും ധരിച്ചതുപോലെ മലയാള കവിതയേക്കാൾ താഴ്ന്ന സ്ഥലത്തല്ല ഗാനങ്ങളുടെ സ്ഥാനം. അത് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ട ഒന്നാണ്. ഗാനങ്ങളിൽ നിന്നാണ് മലയാള കവിത പിറന്നത്, പാട്ടുകളിൽ നിന്നാണ്. ശ്രീരാമകവി രാമചരിതം പാട്ടാണ് എഴുതിയത്. കണ്ണശപ്പണിക്കന്മാർ പാട്ടായിട്ടാണ് എഴുതിയത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കിളിപ്പാട്ടാണ് എഴുതിയത്. ചെറുശ്ശേരി കൃഷ്ണപ്പാട്ടാണ് എഴുതിയത്. പൂന്താനം നമ്പൂതിരി പാനപ്പാട്ടാണ് എഴുതിയത്. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പാട്ടാണ് എഴുതിയത്. മോയിൻകുട്ടി വൈദ്യർ ഇശൽ എന്ന മാപ്പിള പാട്ടാണ് എഴുതിയത്. അപ്പൊ മലയാള കവിതയുടെ നവോത്ഥാന വികാസങ്ങളൊക്കെ പാട്ടിൽ നിന്നുള്ള വളർച്ചയാണ്. പാട്ടിൽ നിന്ന് വളർന്ന് കവിത അതിന്റെ സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ച് എന്ന് ഒരു ആധുനിക കാലത്ത് നമുക്ക് പറയാം. എന്നാൽ ആധുനികതയുടെ മറ്റൊരു വികാസം കവിതയിൽ നിന്ന് പാട്ട് വീണ്ടും വികസിക്കുന്നതാണ്. പാട്ടിൽ നിന്ന് വികസിച്ച കവിത പിന്നെ പാട്ടിലേക്ക് വികസിക്കുന്നതാണ് നമ്മൾ ഭാസ്കരന്റെയും വയലാറിന്റെയും ഗാനങ്ങളിൽ കാണുന്നത്. അങ്ങനെ തന്നെ വേണം അതിനെ വിലയിരുത്താൻ. ഒരു സാംസ്കാരിക പഠനം എന്ന നിലയിൽ പാട്ടിൽ നിന്ന് വികസിച്ച മലയാള കവിത ആധുനിക കാലത്ത് വീണ്ടും പാട്ടിലേക്ക് വികാസം പ്രാപിക്കുന്നതിന്റെ ഉന്നതമായ നിദർശനങ്ങളാണ് പി ഭാസ്കരന്റെയും വയലാറിന്റെയും പാട്ടുകൾ. അതിൽ ONV വരും, അതിന് പിന്നാലെ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന അഭയദേവ് വരും, യൂസഫ് അലി കെച്ചി വരും, ശ്രീകുമാരൻ തമ്പി വരും. അങ്ങനെ ആ നിര പിന്നിലേക്ക് നീണ്ടു വരികയാണ്. നമ്മൾ റഫീഖ് അഹമ്മദ് വരെ അത് വികസിച്ച് നിൽക്കുകയാണ്. അപ്പൊ വയലാറും ഭാസ്കരനും വയലാറും എന്നാണ് പറയേണ്ടത്. ഏതായാലും സീനിയോറിറ്റി പ്രകാരം പി ഭാസ്കരൻ തന്നെയാണ് പാട്ടുകളുടെ ഒരു ആധുനിക സംസ്കാരം ഉണ്ടാക്കിയത്. പി ഭാസ്കരൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം പാട്ടുകൾ എഴുതാൻ തുടങ്ങിയ കാലത്ത് പാട്ടുകൾക്കൊക്കെ അയിത്താശുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ആലോചിച്ചാൽ അറിയാം, മാപ്പിളപ്പാട്ടുകൾ, പുലയപ്പാട്ടുകൾ, ചെറുമപ്പാട്ടുകൾ, കുറത്തിപ്പാട്ടുകൾ, പുള്ളുവപ്പാട്ടുകൾ, ബ്രാഹ്മണിപ്പാട്ടുകൾ, ചെറുമപ്പാട്ടുകൾ എന്നിങ്ങനെ എല്ലാവർക്കും പാടാൻ പറ്റാത്ത വിധത്തിൽ പാട്ടൊക്കെ ജാതി തിരിച്ച് വിഭജിച്ച് കിടക്കുക. അയിത്താശുദ്ധങ്ങളുള്ള പാട്ടുകളാണ്. തൊട്ടുകൂടാൻ പാടില്ലാത്ത, കേട്ടുകൂടാൻ പാടില്ലാത്ത പാട്ടുകളാണ്. എല്ലാവർക്കും പാടാൻ പാട്ടില്ല. ഭാസ്കരൻ പറയുന്നത് കഥകളി സംഗീതവും സോപാന സംഗീതവും ഒക്കെ ഒരുപിടി സവർണ സംഘങ്ങളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുകയാണ്. കൃഷിപ്പാട്ടുകൾ, വയൽപ്പാട്ടുകളൊക്കെ പാവപ്പെട്ട തൊഴിലാളികളുടെ മാത്രം ഇടയിലാണ്. ബാക്കിയുള്ള ഫോക്കലോർ ആകട്ടെ ജാതി തിരിച്ചു നിൽക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും പാടാനുള്ള പാട്ടുകൾ ഉണ്ടാക്കുക എന്ന വെല്ലുവിളിയാണ് വാസ്തവത്തിൽ പി ഭാസ്കരനെ പോലുള്ള ആളുകൾ അന്ന് ഏറ്റെടുത്തത്. ഭാസ്കരന്റെ ആദ്യകാല ഗാനങ്ങളൊക്കെ തന്നെ ഈ ജാതിപരമായ ഒരു അകൽച്ചയെ ഇല്ലാതാക്കുന്ന പാട്ടുകളാണ്. പ്രണയത്തെ അദ്ദേഹം ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും മോചിപ്പിക്കുകയോ അല്ലെങ്കിൽ മതജാതി മുക്തമാക്കുകയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യകാലത്തെ ഏത് പാട്ടെടുത്ത് നോക്കിയാലും എന്തിന് നോക്കണ് ചന്ദിരാ നീ ഞങ്ങളെ, അയ്യാ ചന്ദിരാ നീ ഞങ്ങളെ, ഞാനില്ലാമേ പോട്ട് കല്യാണ ചെക്കനുണ്ട്, താഴെ കല്യാണ ചെക്കനുണ്ട്. ഇതൊരു പുതിയ വീക്ഷണമാണ്. ഒരു കീഴാണപ്പെണ്ണിന് പ്രണയമുണ്ടാകുന്നു. അതുവരെ മലയാള സമൂഹം അറിയാത്തൊരു കാര്യം പറയുകയാണ്.
ആ കീഴാള പെണ്ണിന് പ്രണയം വരുമ്പോൾ അവളുടെ പാട്ട് എന്തായിരിക്കും? അപ്പൊ അവളുടെ ഒരു ഡിക്ഷനെ ഫോക്ലോറിന്ന് എടുക്കുന്നുണ്ട്. ചന്ദിര നീനങ്ങളെ ഞാനില്ല മേപ്പോട്ട്. അപ്പൊ ഏനില്ല എന്ന് മാറ്റി ഞാനില്ല എന്നാക്കിയിട്ടുണ്ട്. ഈ കല്യാണച്ചക്കൻ ഉള്ളത് കൊണ്ടാണ്, എന്റെ കൂടെ കല്യാണച്ചക്കൻ ഉള്ളത് കൊണ്ട് ചന്ദ്രൻ വന്ന് വിളിച്ചാലും ഞാൻ വരികയില്ല എന്ന് പറയുന്ന ഭൂമിയിലെ പ്രണയത്തിന്റെ സ്വർഗം ഒരു കീഴാള പെണ്ണിനും അദ്ദേഹം കൊടുത്തു. എന്ന് മാത്രമല്ല, അതുവരെ മാപ്പിളപ്പാട്ട് പാടിയിരുന്നത് മാപ്പിള സമുദായത്തിൽപ്പെട്ടവർ മാത്രം. ഒരു നമ്പൂതിരി മാപ്പിളപ്പാട്ട് പാടില്ല, പരസ്യമായിട്ട് പാടിയിരുന്നില്ല, മറ്റു സമുദായക്കാരും പാടിയിരുന്നില്ല. പക്ഷേ പ്രണയത്തിന്റെ മറ്റൊരു പാഠം, കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ. ഈ പാട്ട് കേരളത്തിലെ എന്നല്ല ലോകത്തെ മുഴുവൻ മലയാളികളും പാടി, മലയാളികളല്ലാത്തവരും പാടി. എല്ലാവരെ കൊണ്ടും മാപ്പിളപ്പാട്ട് പാടിക്കുക എന്ന ഒരു വലിയ ജനാധിപത്യവൽക്കരണം പാട്ടിലൂടെ ഭാസ്കരൻ സാധ്യമാക്കി. കീഴാളപ്പെണ്ണിന് പ്രണയം ഉണ്ടായി. നോക്കൂ, അതിലെ കാമുകന്മാരെ നിങ്ങൾ നോക്കി അത്ഭുതം തോന്നും. ഇത് നീലക്കുയിലിന്റെ പാട്ടാ. നീലക്കുയിലിൽ തന്നെ പല പ്രണയഗാനങ്ങളുണ്ട്. കുയിലിനെ തേടി കുതിച്ചു പായും മാര, അത് വേറൊരു പാട്ടാ. അതിൽ തന്നെ ഒരു പക്ഷേ മലബാർ സൈഗാൾ എന്നറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ കേരള സൈഗാൾ എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ പട്ടുപോലെ മൃദുലമായ ആർദ്രഗംഭീരമായ ശബ്ദത്തിൽ പാടുന്ന ഒരു വലിയ മിസ്റ്റിക് പ്രണയഗാനമുണ്ട്. പാടം പച്ചച്ച പവാടയിട്ടപ്പോൾ പാവം നീയത്ര മേലോട്ട് പൊങ്ങി, അല്ലേ? ഓരോ കിനാവിൻ്റെ മാമ്പൂവ് തിന്ന് ഓരോരോ മോഹത്തിൻ തേൻ പഴം തന്ന് ഓടിക്കളിച്ചതും പാടിപ്പറന്നതും ഒന്നായി കണ്ണീരിൽ നീന്തി തുടിച്ചതും എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും? എങ്ങനെയാണ് നമ്മളത് മറക്കുക? ഒരേ പടത്തിൽ മലയാളത്തിന്റെ സ്വന്തം ഈണങ്ങൾ ആദ്യമായി കെ രാഘവൻ മാസ്റ്റർ സൃഷ്ടിക്കുന്നത് നീലക്കുയിലാണ്, 1954. അതിലെ 3 പാട്ടുകളാണ് ഞാൻ പറഞ്ഞത്. വ്യത്യസ്ത ജനാധിപത്യ പ്രദേശങ്ങളെ ഒറ്റ ധാരയിലേക്ക് കയറ്റിക്കൊണ്ടുവരിക, ഒരൊറ്റ പടത്തിലെ പാട്ടുകൾ കൊണ്ട്. അങ്ങനെ ഭാസ്കരൻ മാസ്റ്റർ പാട്ടുകൾ എടുത്തു നോക്കിയാൽ കീഴാളമാക്കപ്പെട്ട എത്രയോ അനുഭവങ്ങളെ, തള്ളിമാറ്റപ്പെട്ട മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ അതിർവരമ്പുകളെ ലംഘിച്ച് പാട്ടിന്റെ ഒരു പ്രളയം കയറി വന്ന് മലയാളി മനസ്സിനെ ജാതി മത വിമുക്തമാക്കുകയാണ് പാട്ടിലൂടെ ഒന്നാക്കുകയാണ്. എത്രയോ പാട്ടുകളെ. പുറത്ത് കാണുമ്പോൾ നിനക്ക് ഞാനൊരു പരുക്കൻ മുള്ളുള്ള മുരുക്കൊക്കെ കാവ്യബിംബമായി വരുന്നത് ഭാസ്കരൻ മാസ്റ്റർ പാട്ടില്ല. അതുവരെ വനജ്വൽസിനെയും നീലക്കടമ്പും ഒക്കെയാണ് കാവ്യബിംബങ്ങളായി വന്നിരുന്നത്. ഭാസ്കരൻ മാഷാണ് ആദ്യമായിട്ട് മുരുക്കിനെ, കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്ത് മുരുക്കിൻ തയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് അല്ലെ? അങ്ങനെ ഒരു സങ്കല്പം കൊണ്ടുവരുന്നു. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു വലഞ്ഞല്ലോ മയിലേ. ഇതൊക്കെ നാട്ടുവർത്തമാനം പാട്ടിലാക്കുന്ന ഒരു രീതിയാണ്, മാപ്പിളപ്പാട്ടിന്റെ രീതിയാണ്. മലബാറിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മൂട്ടപ്പാട്ട് എന്ന മാപ്പിളപ്പാട്ടിൽ നിന്നാണ് കോട്ടിലിരിക്കണ മൂട്ടെ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു തിന്നാൻ വന്നാൽ നിന്നെ കശാപ്പ് ചെയ്യും മൂശേട്ടെ, കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. ആ പാട്ടൊക്കെ വരുന്നത് മെഹബൂബിന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ട മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല പോലുള്ള പാട്ടുകൾ. വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണ്, അരക്കാർ രൂപ വാങ്ങാൻ കൊറുക്ക ഇബ്രാഹിം പോയി വരുമ്പോൾ പീടിക കണ്ടില്ല, അല്ലാ കാത്തോ നബി, തീർച്ചയില്ല ജനം നേർച്ച എന്നും മറ്റും, ആന വരേണ്ടത് കണ്ടവരോടിയിട്ട്. ഇത് മാപ്പിള ഫോക്ലോറിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അജ്ഞാത കർത്തൃകമായ ഒരു പാട്ടിനെ മാഷ് പരിഷ്കരിച്ചതാണ്. ഇങ്ങനെ മാപ്പിളപ്പാട്ടിന്റെ ഒരു ധാര സജീവമായിട്ട് വന്നു. ഒപ്പം തന്നെ കീഴാളപ്പാട്ടുകൾ, ജിഞ്ചക്കന്താരോ ജിഞ്ചക്കന്താരോ പുഞ്ചവയല് കൊയ്തല്ലോ കൊഞ്ചടി തത്തമ്മേ, അതും നീലക്കൊയിൽ വന്നിരിക്കുന്നു. ഈ കീഴാളപ്പാട്ടുകളെ, അധ്വാനപ്പാട്ടുകളെ, ത്വരമ്പാട്ടുകളെ, പണിയെടുത്ത് പൊറുക്കുന്നവരുടെ ഗാന സംസ്കാരത്തെ മുഖ്യധാരയിലേക്ക് വിടുക വഴി അടിച്ചമർത്തപ്പെട്ട പലതരം ജനതകൾ മുഖ്യധാരാ സംസ്കാരത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറി വന്നു. കലയിലെ ജനാധിപത്യത്തിന്റെ ആദ്യ ശില്പികളിൽ ഒരാളാണ് ആധുനിക കാലത്ത്. ഈ പാട്ടിലൂടെ പെട്ടെന്നാണ്, ഇതൊരു പക്ഷേ പെട്ടെന്ന് ആളുകൾ അറിയാതെ ഈ ജനാധിപത്യം സ്വീകരിക്കുക. നമ്പൂരിയോട് മാപ്പിളപ്പാട്ട് പാടാൻ പറഞ്ഞിട്ടല്ല, പാടി പോവുകയാണ്. ഇങ്ങനെയാണ് ആധുനിക നവോത്ഥാനത്തിന്റെ ഒരു തുടർച്ച പാട്ടിലൂടെ ഭാസ്കരൻ മാഷ് ഉണ്ടാക്കുന്നത്.
വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ. അതൊരു ഉമ്മക്കുട്ടിയുടെ പ്രണയപരിഭവമാണ്. ഈ നാടൻ പ്രേമം, നാടോടി പ്രേമം, നാൽക്കവല പ്രേമമൊക്കെ. അതേസമയം മുടിമേലെ കെട്ടിവെച്ച് തുടുനാടൻ പട്ടുടുത്ത് മുക്കുറ്റിച്ചാന്തും തൊട്ട് കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണ മണിദീപം കൊളുത്തിവെച്ച് തൂഷനില മുറിച്ചു വെച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തിവെച്ച് പുള്ളുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളൻ അവൻ വന്നില്ലല്ലോ എന്ന് വിഷാദിക്കുന്നത് ഒരു കടത്തനാടൻ രാജകന്യക. ഈ ഉമ്മക്കുട്ടിയുണ്ട്, മണിമലപ്പള്ളിയിൽ പോകാൻ വന്ന ക്രിസ്ത്യാനി പെണ്ണുണ്ട്, ഒപ്പം വേറൊരു തലത്തിൽ ഈ പറയുന്ന എല്ലാ മതക്കാർക്കും കീഴാളപ്പെണ്ണുണ്ട്. എല്ലെണ്ണ മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ, ധനുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കിനാവു കണ്ട് കൊതിച്ചിരിക്കും. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. ഇതൊരു വള്ളുവനാടൻ നായർ പെൺകിടാവാ. എം ടിയുടെ കഥാപാത്രമാണ്. പാതിരാ പാലകൾ തൻ വിരലിങ്കൽ പൗർണമി മോതിരമണിയിക്കും മലർമാസത്തിൽ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ ഒരു കൊച്ചു പന്തലിൽ ഒരു കൊച്ചു മണ്ഡപം പുളിയിലക്കരമുണ്ടും കിനാവു കണ്ടേൻ. കുടമുറിക്കാലാണ്, ഒരു മുണ്ട് കൊടുത്ത് സംബന്ധം ചെയ്യുന്ന കാലം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഈ മുരുമക്കത്തായ കൂട്ടുകുടുംബ നായർ വ്യവസ്ഥകളിൽ ഒരു നല്ല മുണ്ടുണ്ടായാൽ ഏതെങ്കിലും തറവാട്ടിൽ ചെന്ന് അമ്മാവനോട് സമ്മതം ചോദിച്ചാൽ അവിടുത്തെ ഒരു പെൺകിടാവിന് പുടമുറി കഴിക്കാം. ഒരു സന്ധ്യയ്ക്ക് നിലവിളക്കിന്റെ വെളിച്ചത്തിൽ അമ്മാവൻ പുടവ കൊടുത്തോളാൻ പറഞ്ഞാൽ കല്യാണമായി. അങ്ങനത്തെ ഒരു കല്യാണ വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലത്താണ് ഈ പുളിയിലക്കര കൊണ്ട് കിനാവ് കണ്ടത്. അങ്ങനെ ചില ബിരുദന്മാരാ കാലത്ത് ഒരു നല്ല കസവും കൊണ്ട് സംഘടിപ്പിച്ച് ഏതെങ്കിലും വലിയ തറവാട്ടിൽ പോയി അവിടെ നിന്ന് ഒരു സംബന്ധം തരപ്പെടുത്തി ആ മുണ്ട് കൊടുത്താണ് സംബന്ധം. പിറ്റേന്ന് രാവിലെ മുണ്ടിന്റെ വക്ക് ധരിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഭാര്യയുടെ കയ്യിൽ നിന്ന് ആ മുണ്ട് തിരിച്ചു വാങ്ങി അന്ന് രാത്രി അതേ മുണ്ട് കൊടുത്ത് വേറൊരു തറവാട്ടിൽ സംബന്ധം ചെയ്തിരുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലത്താണ് ഈ പുളിയിലക്കര കൊണ്ട് മാഷ് കിനാവ് കാണിക്കുന്നത്. ഈ പാട്ട് എം ടിയുടെ സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് അറിയാമല്ലോ. അപ്പം അന്ന് അതിലെ താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്നുള്ള വരി കേട്ട് എം ടി ചോദിച്ചു അത്രേ, ഈ താന്നിയൂർ എവിടെയാണ് മാഷേ? അപ്പോൾ ഭാസ്കരൻ മാഷ് എം ടിയോട് പറഞ്ഞു, കേൾക്കുമ്പോൾ വാസുവിൻ്റെ നാട്ടിലെവിടെ അടുത്തെവിടെയാണെന്ന് തോന്നില്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. സത്യത്തിൽ അത് താന്നിക്കുന്ന് എന്ന എം ടിയുടെ കഥയിലെ ഒരു മിത്തും എം ടിയുടെ നാടായ കൂടല്ലൂരും കൂടി ചേർത്ത് താന്നിക്കുന്നും കൂടല്ലൂരും ചേർത്ത് താന്നിയൂരാക്കി ഭാസ്കരൻ മാഷ് സൃഷ്ടിച്ച ഒരു സർഗദേശമാണ്. ഇതാണ് ഭാസ്കരൻ മാഷ് അന്ന് ചെയ്തത്. ഉറൂബിന്റെ സിനിമയ്ക്ക് പാട്ട് എഴുതുമ്പോൾ ഉറൂബ് തന്നെ പറഞ്ഞു, ഉമ്മാച്ചുവിന്റെ വിജയാഘോഷ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ഉറൂബ് പറഞ്ഞു, ഈ ഭാസ്കരനെ പോലെ 4 വരി പാട്ട് എഴുതാനുള്ള പ്രതിഭ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇത്ര മെനക്കെട്ട് ഞാനൊരു നോവൽ എഴുതുമായിരുന്നില്ല. കാരണം ഉമ്മാച്ചു എന്ന നോവലിന്റെ ആ നോവൽ മുഴുവൻ 4 വരിയിലേക്ക് ഭാസ്കരൻ മാഷ് സംഗ്രഹിച്ചു എന്നാണ് ഉറൂബ് പറഞ്ഞത്. ആ വരി നിങ്ങൾക്കറിയാം. കൽപ്പകത്തോ പന്യനൊരുവന് പതിച്ചു നൽകി നിന്റെ കൽബിലാറടി മണ്ണിലെന്റെ ഖബറടക്കി. കൽപ്പകത്തോ പന്യനൊരുവന് പതിച്ചു നൽകി നിന്റെ ഖൽബിൽ 6 അടി മണ്ണിൽ എന്റെ ഖബറടക്കി. ഇത് ഉമ്മാച്ചു എന്ന നോവലിന്റെ സംഗ്രഹമാണ്. പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ കരിമുകിൽ കണ്ണുനീരടക്കി ഒരു തിരി വീണ്ടും കൊളുത്തി പാവം. ഇതൊക്കെ ഉമ്മാച്ചു ആ നോവലിനെ വ്യാഖ്യാനിച്ച പാട്ടുകളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാർഗവി നിലയം എന്ന സിനിമ ഏകാന്തതയുടെ മഹാതീരം, ഏകാന്തതയുടെ അപാരതീരം എന്ന ഒറ്റ പാട്ടുകൊണ്ട് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ആ ആദിമഭീകരമായ കൂരിരുളൊക്കെ ആ ഒരൊറ്റ വരിയിൽ വന്നു. ഇങ്ങനെയാണ് ഭാസ്കരൻ ആ കാലത്തെ സാഹിത്യകൃതികളെ പോലും പാട്ടിലാക്കി, മഹത്തായ സാഹിത്യകൃതികളെ പാട്ടിലാക്കി. കനിരാവിൻ കളഭക്കിണ്ണം പൊന്നാനി പുഴയിൽ വീഴുന്നത് കണ്ടു. പാടിയാലും പറഞ്ഞാലും തീരാത്ത കഥകളുമായി എത്രയോ പഞ്ചവർണ്ണ പൈങ്കിളികൾ ഇന്നെന്റെ കരളിലെ പൊന്നണിപ്പാടങ്ങളിൽ വിരുന്നു വന്നു. കൊന്നത്തയ്യനെ
വസന്തമാസം കൊടക്കെടുക്കൻ തീർത്തു. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കടം കൊള്ളുകയാണ്. ഓരോരോ കഥാപാത്രത്തിനനുസരിച്ചാണ് പാട്ട്. ശീലാവതിയിൽ അതൊരു പുരാണ കഥയാണ്. വൽക്കലമൂരിയ വസന്തയാമിനി വാഗമരച്ചോട്ടിൽ ഉറക്കമായി, വാഗമരച്ചോട്ടിൽ ഉറക്കമായി. അത് വേറൊരു അന്തരീക്ഷ. ഓളവും തിരുവനന്തപുരം കഥയിൽ അങ്ങനെയല്ല. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. കണ്ണുനീർ തേവി തേവി കരളിതിൽ വിളയിച്ച കനകക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. അത് ബാബുരാജാണ് ഇണ കൊടുക്കുന്നത്. അത് മാപ്പിളപ്പാട്ടുമല്ല, അത് വേറൊരു പ്രണയത്തിന്റെ തലമാണ്. ഗസലിലേക്ക് വികസിക്കുക. മാപ്പിളപ്പാട്ടിൽ നിന്ന് ഗസലിലേക്ക് വികസിക്കുന്നതിന്റെ ആദ്യത്തെ പടിയാണ് ഈ പാട്ട്. പിന്നെ ഭാസ്കരനും ബാബുരാജും ചേർന്ന് എത്രയോ ഗസലുകൾ ഉണ്ടാക്കി. ആ ഗസലുകളൊക്കെ പറഞ്ഞാൽ അവസാനിക്കാത്തത്ര പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ ലക്ഷണമൊത്ത ഗസലാണ്. തുന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോക മലർവനിയിൽ ചന്തമേഴും ചന്ദ്രികതൻ ചന്ദനമണിമന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ, സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ? പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുമാട്ടിടയൻ. അതിലെ രാഗസഞ്ചാരമൊന്നും ഞാൻ പാടിയ ശരിയാവില്ല. പക്ഷേ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് രണ്ടുപേരും പാടിയില്ലെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. ജയരാജ് എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ടാണ് എൻ്റെ തൊണ്ട സ്വതവേ ഇന്ന് പ്രശ്നത്തിലാണ്. ഇന്ന് 2 പ്രസംഗം രാവിലെ കഴിഞ്ഞതാണ്. ഓൺലൈനിലാണുമ്പോൾ പ്രസംഗിക്കുമ്പോൾ വേറൊരു വിഷമമുള്ളത് മൈക്കില്ല. അതുകൊണ്ട് നേരെ ഫോണിൽ കേൾക്കാവുന്ന അത്ര ഉച്ചത്തിൽ പാടുകയും പറയുകയൊക്കെ വേണം. അതുകൊണ്ട് പാട്ട് പിഴച്ചു പോയാൽ ക്ഷമിക്കണം. ഇത് പറയുന്നത് ഇതൊരു ഗസൽ സംസ്കാരമാണ്. തളിർ മരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ, പൂഞ്ചോലപ്പടവിൽ നിന്റെ പാദസരം കിലുങ്ങിയല്ലോ, പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, താമസമെന്തേ വരുവാൻ. നോക്കൂ, ഇത് ഗസലല്ലാതെ എന്താണ്? എത്രയോ ഗസലുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാലത്ത് ഈ മാപ്പിളപ്പാട്ടിൽ നിന്ന് വികസിച്ച് ഗസലുകളുടെയും ഖയാലുകളുടെയും സംസ്കാരത്തിലേക്ക് സിനിമ പാട്ടുകളെ വികസിപ്പിച്ചതിൽ ബാബുരാജനും ഭാസ്കരനും വലിയ പങ്കുണ്ട്. നേരത്തെ ഞാൻ ഭാസ്കരൻ രാഘവൻ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഭാസ്കരൻ ബാബുരാജ് കൂട്ടുകെട്ട് അനശ്വരങ്ങളായ എത്രയോ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. കുട്ടിക്കുപ്പായം പോലുള്ള പടങ്ങളിലൊക്കെ എത്രയോ പാട്ടുകൾ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അല്ലെ, കുപ്പിത്തരിവള്ള കിലുക്കി ഞാനീ കരളിൽ മുട്ടി വിളിച്ചാലോ, വാർമഴവില്ലിൻ വളകളണിഞ്ഞൊരു വസന്തം എന്തെന്നറിയും ഞാൻ. വാർമഴവില്ലിൻ വളകളണിഞ്ഞൊരു വസന്തമെന്തെന്നറിയും ഞാൻ, പൂവസന്തമെന്തെന്നറിയും ഞാൻ. ഇതും പാടിയാലും പറഞ്ഞാലും മതിയാവാത്തതാണ്. ആ വാർമഴ വില്ലിന്റെ വളകളണിഞ്ഞ വസന്തം എന്ന സങ്കല്പമൊക്കെ പി ഭാസ്കർ മാഷ്കല്ലാതെ മറ്റൊരാൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. വൃശ്ചിക രാത്രി തൻ മുറ്റത്ത് പിച്ചകപ്പൂപ്പന്തൽ ഒരുക്കിയത്, വൃശ്ചികപ്പൂനിലാവേ പിച്ചകപ്പൂനിലാവേ മച്ചിന്റെ മേലിരുന്ന് ഒളിച്ചു നോക്കാൻ ലജ്ജയില്ലേ, നിനക്ക് ലജ്ജയില്ലേ എന്ന് നിലാവിനോട് ചോദിച്ചത്. അങ്ങനെ വിവിധങ്ങളായ അനുഭൂതി പ്രപഞ്ചങ്ങളിലൂടെയാണ് ഭാസ്കരൻ സഞ്ചരിച്ചത്. ആ ഓരോ പാട്ടും ഓരോ സംസ്കാരമാണ്. അത് കവിതയും പ്രണയവും സമരവും ചേർന്നുണ്ടായ
നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കേരളത്തിന്റെ ദേശാന്തര സങ്കല്പങ്ങളെ മുഴുവൻ നാട്, പുഴകൾ, കാട്ടുപ്രദേശങ്ങൾ, നമ്മുടെ നാൽക്കവലകൾ, നമ്മുടെ ദേശങ്ങൾ, ദേശത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നാട്ടറിവ്, നാനാർത്ഥങ്ങൾ, ദേശപുരുഷാർത്ഥങ്ങൾ, നാടോടി വഴക്കങ്ങൾ, ഇതൊക്കെ പാട്ടിലാക്കാണ് ചെയ്യുന്നത്. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കുന്ന കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്തുന്ന അവസാന കാലത്തെ പാട്ടിൽ വള്ളുവനാട്ടിലെ നിളാതീരത്തെ എത്രയോ പ്രദേശങ്ങളുണ്ട്. കിള്ളിക്കുരിശിമംഗലം, ആ പ്രദേശത്തെ മുഴുവൻ കാര്യങ്ങൾ, കല്യാണപ്പെണ്ണിനും ചെക്കനും അന്ന് കിള്ളിക്കുരിശിയിൽ വരവേൽപ്പ്, മായന്നൂർക്കാവിൽ താലപ്പൊലി, ഇങ്ങനെ ഈ നിളാതീരത്തെ എത്രയെത്രയോ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തൊരു പാട്ടുണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു സംസ്കാരമാണ് ഭാസ്കരൻ ഉണ്ടാക്കിയത്. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയും പാട്ടുകൊണ്ട് കൂട്ടിയിണക്കി. കവിതയുടെ നാഗരികപൂർവമായ നാടോടിച്ചൂട്ട് പിടിച്ചെടുത്തു. ആ ചൂട്ട് മിന്നിച്ച് കേരള മനസ്സുകളെ കേരളീയതയിലേക്ക് ഉപനയിച്ചു. മലയാളിയെ മലയാളിയാക്കിയത്, കേരളീയർക്ക് കേരളീയത എന്ന സങ്കല്പ വിശേഷം തന്നത് തീർച്ചയായും പി ഭാസ്കരനാണ്. ഭാസ്കരനോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. എപ്പോഴും പറയും, പി ഭാസ്കരന്റെ പാട്ടുകൾ ബാക്കിയുണ്ടെങ്കിൽ കേരളം പ്രളയമെടുത്തു പോയാലും കേരളം കടലെടുത്തു പോയാലും നമുക്ക് ആ പാട്ടുകളിൽ നിന്നൊരു കേരളം ഉണ്ടാക്കിയെടുക്കാം. കേരളത്തിന്റെ എല്ലാം അതിലുണ്ട്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കിളിക്കൂട് പോലുള്ളൊരു 4 കാൽ ഓലപ്പുരയുണ്ട്, നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. അല്ലെ, ആ വാഴക്കൂമ്പ് പോലുള്ള പെണ്ണിനൊന്നും ഇത് നമുക്കിന്ന് കാണാൻ കഴിയില്ല. കല്ലുവട്ടാങ്കുഴിക്ക് അക്കരെ വെച്ച് ഉള്ളു തുറന്നവളാണവർ. ഈ കല്ലുവട്ടാങ്കുഴിക്ക് അക്കരെ വെച്ചിട്ടുള്ള പ്രണയവിനിമയങ്ങളൊന്നും ഇനി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഈ കോവിഡ്-19 കാലത്ത് ആ വഴികളൊക്കെ നമ്മളെങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. മായന്നൂർ കാവും, തൃത്താല കന്നിരാവിന്റെ കളഭക്കിണ്ണം വീണ പൊന്നാനിപ്പുഴയും, ഭാരതപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ, അത് ചിദംബരനാഥാണ് അതിന്റെ സംഗീതം കൊടുത്തത്. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. പിന്നീടത് ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ എന്ന അനുകരണ രൂപത്തിൽ നമ്മൾ കേട്ടു. പക്ഷെ അതിന്റെ ഒറിജിനൽ പഴയരിച്ചോറ് വിളമ്പുമ്പോൾ ഒരുവൾക്ക് തരിവള കയ്യിനൊരു ചാഞ്ചാട്ടം. ഇത് അന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ ഈ അമ്മാവൻ വിരുന്നുകാരാണ് വരുന്നത്. വിരുന്നുകാരൻ എന്ന് പറഞ്ഞാൽ അമ്മാവന്റെ മകനാണ്. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരെ നീ ആർക്കു വേണ്ടി. മധുരപ്രതീക്ഷകൾ തൻ മണിദീപം കൊളുത്തിയ മാനസപൂജ ഇനി ആർക്കു വേണ്ടി. ഇതൊക്കെ ആ കാലത്തിന്റെ സങ്കല്പങ്ങളാണ് എഴുതിയത്. ആ കാലം മുന്നോട്ട് വെച്ച ഒരു ജീവിതാന്തരീക്ഷത്തിൽ നിന്നാണ് ഭാസ്കരൻ മാഷ് ഇതൊക്കെ പെറുക്കിയെടുത്തത്. ഈ വഴിയും ഈ മരത്തണലും പൂവണി മരതക പുൽമെത്തയും കൽപ്പനയെ പിറകോട്ട് ക്ഷണിക്കുന്നു, കഴിഞ്ഞ ജന്മങ്ങൾ തെളിയുന്നു. ഇടവപ്പാതിക്ക് കുടയില്ലാതെ ഇലഞ്ഞു മരച്ചോട്ടിൽ ഇരുന്ന ആ ഇരിപ്പില്ലാത്ത ആരാ മലയാളത്തിലുള്ളത്? നിങ്ങളുടെ എത്രയോ ആളുകൾക്ക് അങ്ങനത്തെ ഓർമ്മയുണ്ടാവും. കുടവുമായി വന്ന വർഷമേഘ സുന്ദരി കുളിപ്പിച്ചപ്പോൾ, പറന്നു വന്ന പവമാനൻ പനിനീർധാരയാൽ പൂജിച്ചപ്പോൾ, കുളിരകറ്റാൻ നിന്റെ കൊച്ചു ദാവണി കുടയായി മാറ്റി നമ്മൾ ഉരുമ്മി നിന്നതിന്റെ പ്രണയ രോമാഞ്ചമില്ലാത്ത ആരെങ്കിലും ഒരു 50 വയസ്സ് കഴിഞ്ഞ തലമുറയിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നില്ല, മരിച്ചുപോയവരുമില്ല. ഇതാണ് ഭാസ്കരൻ ഉണ്ടാക്കിയ പ്രണയം. ഈ പ്രണയമാണ് ഭാസ്കരന്റെ നാട്ടുപ്രണയം. ഏറ്റവും താഴെത്തട്ടിലെ മനുഷ്യർക്ക് വരെ പ്രണയസങ്കല്പങ്ങൾ വാരിക്കോരി കൊടുത്തു. അതൊരു അന്തിക്ക് പടിഞ്ഞാറ് ചെന്തങ്ങിൻ കുലവെട്ടി കല്യാണ വീട്ടിലാരോ തൂമുല്ല പന്തൽ കെട്ടിയ ഒരു സങ്കല്പമാണ്. നാഴിയൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. ഇങ്ങനെയാണ് ഭാസ്കരൻ ഒരു വല്ലാത്ത കാലഘട്ടത്തെ നമുക്ക് സമ്മാനിച്ചത്. പുലയനാർമണിയമ്മ, പൂമുല്ലക്കാവിലമ്മ, കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ, ആളിമാരൊത്തുകൂടി ആമ്പൽപ്പൂ കടവിങ്കൽ, ആയില്യപ്പൂനിലാവിൽ കുളിക്കാൻ പോയത്, അരളികൾ പൂക്കുന്ന കരയിലെപ്പോൾ നിന്ന മലവേട ചെറുക്കന്റെ മനം കുളിർത്തത്, അവന്റെ പാട്ടിന്റെ ലഹരിയിൽ അവൾ മുങ്ങിയത്, ഇളങ്കാറ്റിൽ ഇളകുന്ന വല്ലി പോലെ അവൾ ഉലഞ്ഞാടിയത് ഒക്കെയാണ് കാണിച്ചു തന്നത്. നാടോടിക്കഥയിൽ നിന്ന്, നാട്ടുപുരാവൃത്തങ്ങളിൽ നിന്ന് പ്രണയാന്തരീക്ഷങ്ങളെ ഇങ്ങനെ അടർത്തിയെടുക്കുകയാണ്. അനുവദിക്കൂ ദേവി, അനുവദിക്കൂ ചൈത്രദേവതയെ ആരാധിക്കാൻ ഉദ്യാനപാലകനെ അനുവദിക്കൂ. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു, മാറിലോ എന്റെ മനസ്സിലോ
മധുര മധുരമൊരു വേദന, മദകരമാമൊരു വേദന. മല്ലികാബാണൻ വില്ലൊടിച്ചപ്പോൾ ആ അളകതന്തയുടെ തീരത്ത് കൽപ്പനാ നക്ഷത്രങ്ങൾ പൂമാല കോർക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയാണ്. ഇങ്ങനെയാണ് അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിയത് ഭാസ്കരൻ. ആ ഒരു കാലഘട്ടത്തെ കൊണ്ട് പറിച്ചെടുത്ത് തരികയാണ് നമുക്ക്. ഒരു അന്തരീക്ഷത്തെ മുഴുവൻ പ്രണയബന്ധുരമാക്കുന്നു, സമര കലുഷിതമാക്കുന്നു, ഒപ്പം തന്നെ പ്രകൃതി പൂർണ്ണവുമാക്കുന്നു. പ്രകൃതിയുടെ സാന്നിധ്യമില്ലാത്ത ഒരു വരിയും പി ഭാസ്കരൻ എഴുതിയിട്ടില്ല. ഭാസ്കരൻ എഴുതുന്നതിലൊക്കെ പ്രകൃതിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടുണ്ട്. കാർത്തിക രാത്രിയിലെ മഞ്ഞുതുള്ളിയോ, കഥനത്തിൻ കണ്ണുനീർത്തുള്ളിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കാർത്തിക രാത്രിയിലെ മഞ്ഞുതുള്ളി കണ്ണുനീർത്തുള്ളിയായിട്ട് മാറും. ഇരു കണ്ണീർ മുത്തുകൾ ഒരു പെൺമണിയുടെ കരിമിഴികളിൽ വെച്ച് കണ്ടുമുട്ടി. ഇത്ര മനോഹരമായ ഒരു കവിത നമുക്ക് ഓർക്കാൻ കഴിയില്ല. ഒരു പെൺമണിയുടെ കണ്ണിൽ നിന്ന് കവിളിലൂടെ സമാന്തരമായിട്ട് ഒഴുകി താഴേക്ക് ഒഴുകുമ്പോൾ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് സമാന്തരമായി ഒഴുകുന്ന ആ ഇരു കണ്ണുനീർ തുള്ളികളെക്കുറിച്ച്. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിൽ ഉരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഇതൊക്കെ എത്ര മനോഹരമായ കൽപ്പനകളാണ്. ഇങ്ങനെ ഭാസ്കരന്റെ കൽപ്പനകളിലേക്ക് അങ്ങ് കടന്നാൽ വയലാറിനെ കുറിച്ച് പറയാൻ സമയമില്ലാതാവും. കാരണം ഭാസ്കരൻ ഈ പച്ച മലയാളം കൊണ്ട്, നാട്ടുമൊഴി മലയാളം കൊണ്ട്, നാട്ടുചന്തം കൊണ്ട്, നാട്ടറിവ് നാനാർത്ഥങ്ങൾ കൊണ്ട്, നാട്ടു വഴികളുടെ മനോഹാരിത കൊണ്ട് കേരളീയ ഗ്രാമീണതയുടെ, കേരള ദേശീയതയുടെ ഒരു ഇതിഹാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കൊട്ടും ഒരു കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്ക് ആര് കൊടുത്തു, മുത്തുപതിച്ചൊരു കൂത്താലി. ഇങ്ങനെ ഒരു സങ്കല്പമാണത്. അത് ഈ പ്രകൃതിയിൽ നിന്നാണ് അതിന്റെ അന്തരീക്ഷത്തെ. കന്നി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി, കയ്യിലിരിക്കണ പൂമണമിത്തിരി കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ, കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. കന്നിനിലാവത്ത് കസ്തൂരി പൂശുന്ന കൈതാറിപ്പൂമണവും കൊണ്ടുവരുന്ന തച്ചോളി വീട്ടിലെ താരമ്പൻ ഇന്നെന്റെ തങ്കക്കിനാവേറി വന്നാലോ എന്ന് സങ്കല്പിക്കുന്ന, ഏഴിമലക്കാടുകളിൽ കൊന്ന പൂത്ത മാസം, ഏലമണി തേടി ദൂരെ എൻ കുറവൻ പോയി, കുറവനൂതുന്ന കുഴലു കേൾക്കാതെ ഉറക്കമില്ലെനിക്കെന്നും. ഇത് തച്ചോളിത്തനിൽ തന്നെ മറ്റൊരു പാട്ടാണ്. അങ്ങനെ പാട്ടിലേക്ക് കടന്നാൽ അത് പാടാനും പറ്റാത്ത വിധം സങ്കീർണമായ പാട്ടുകൾ വന്ന് മനസ്സിൽ നിറയാം. ഭാസ്കരൻ മാഷയുടെ പാട്ടുകൾ വന്ന് ഇതെടുക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭാസ്കരനിൽ നിന്ന് വയലാറിലേക്ക് ചാടാൻ പറ്റാതെയാവും. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തെയാണ് ഒരു പക്ഷേ ഭാസ്കരൻ നമുക്ക് തന്നത്. ഇന്നും മലയാളി കാമുകന്റെ കാമുകിയുടെ ആദ്യ പ്രരൂപം ആ ഇളനീർക്കടവാണ്. അലിയാമ്പൽ കടവിലെ അരയ്ക്ക് വെള്ളത്തിൽ അന്ന് നമ്മളൊന്നായി തുഴഞ്ഞ ആ കൊതുമ്പു വെള്ളമാണ്. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചപ്പോൾ താഴെ നീന്തിച്ചെന്ന് പൂ പൊട്ടിച്ചതിന്റെ ഒരു അന്തരീക്ഷമാണ്. ഇന്നും ആ ഒരു ചെറിയ പ്രണയാന്തരീക്ഷം, എള്ളെണ്ണ മണം വീശുന്ന മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരനെ പോലെ. അവിടുത്തെ പേര് ഞാൻ എങ്ങനെ വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്ത് പേര് വിളിക്കും, എൻ പ്രാണനായകനെ എന്തു വിളിക്കും. അതും അന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയുടെ പ്രശ്നമായിരുന്നു. ഈ നമ്മൾ സീത ഒരു നൂറ്റാണ്ട് മുമ്പ് രാമനെ പ്രിയ രാഘവ എന്ന് വിളിച്ചിട്ടും ഭാസ്കരൻ മാഷ്ക്ക് അങ്ങനെ പറയാൻ പറ്റിയില്ല. ഭാസ്കരൻ മാഷ് ഈ പേര് എപ്പോഴും അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ട് അരികിലിരിക്കെ സ്വരരാഗസുന്ദരിമാർക്കോ അരികിൽ വരാൻ എന്തൊരു നാണം, ഏത് കവിത പാടണം ഞാൻ, അത് വല്ലാത്തൊരു പ്രശ്നമാണ്. അനുരാഗ ഗാനമായാൽ അവിവേകി പെണ്ണാകും ഞാൻ, കഥന ഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. പ്രണയം കാവ്യാത്മകമാവുകയാണ്. അനഘ സങ്കല്പ ഗായികെ മാനസമണി വിപഞ്ചികാപാദിനി, നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിൽ എൻ്റെ കിനാവുകൾ മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖത നർത്തനം ചെയ്യുന്നു ചുറ്റിലും. തരളമാനസമായാ മരാളിക. ആ ഒരു വാക്കുകൾ ഇങ്ങനെ കൊരുത്ത് ഭാസ്കരൻ മാഷ് ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. ഇങ്ങനെ കേട്ടുകൊണ്ട് സ്വയം രോമാഞ്ചമണിയുകയല്ലാതെ വേറെ വഴിയില്ല. ചില എ ടി ഉമറൊക്കെ ചിട്ടപ്പെടുത്തിയ ചില താരാട്ട് പാട്ടുകളൊക്കെ ഉണ്ട്. അതിൽ
കല്യാണക്കുരുവിക്ക് പുല്ലാനിപ്പുര കെട്ടാൻ പുല്ലും നെല്ലും വൈക്കോലും പഞ്ഞിയും പായലും കുമ്മായം ഇല്ലിയും ചുള്ളിയും മോന്തായം ആരിരാരോ രാരിരോ. ഒരേ രാഗത്തിൽ രണ്ട് പാട്ടാണ് അതിൽ ഏറ്റവും മുറിച്ചിരിക്കുന്നത്. രണ്ടും ഭാസ്കരന്റെയാണ്. മഴമുകിലൊളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഒഴുകിയിടുമാറ്റിൻ്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു. ഇതൊക്കെ പൂർവ്വകാവ്യ പാരമ്പര്യങ്ങളിൽ നിന്നാണ്. സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ, പ്രേമപൂജ പുഷ്പവുമായി നീ തേടുവതാരെ, ആരുടെ കനക മനോരഥമേറി ആരുടെ രാഗപരാഗം ചൂടി പ്രേമഗഗന വനവീഥിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായി നിന്നാഥൻ. അതാണ് ആ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കലാണ് ഭാസ്കരൻ ചെയ്തത്. കേരളീയത എന്ന് പറയുന്ന വികാരത്തെ, ഒപ്പം അതിന്റെ സമരതീക്ഷ്ണമായ കാര്യങ്ങളും പറഞ്ഞു. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 ഉയരുന്നു. അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. വെടിവെച്ചാൽ അവർ വീഴില്ല, അടിച്ചുടച്ചാൽ തകരില്ല. മജ്ജയല്ലിത് മാംസമല്ലിത് ദുർജയ നൂതന ജനശക്തി എന്നും പറഞ്ഞു. ആ ജനശക്തിയെ കണ്ടു. ഭാസ്കരനാണ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പുന്നപ്ര വയലാർ സമരഭൂമിയിൽ ചെന്ന് ഭാസ്കരൻ നിൽക്കുന്ന കാലത്ത് പുന്നപ്ര വയലാർ സമരഭൂമിയിലെ ചോര വറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭാസ്കരനാണ് എഴുതിയത് വയലാർ ഗർജിക്കുന്നു. പലരും പറയാറുണ്ട് ഇത് വയലാർ എഴുതിയ കവിതയാണെന്നല്ല, ഭാസ്കരന്റെ കാവ്യമാണ്. ഉയരും ഞാൻ നാടാകപ്പടരും ഞാൻ, ഒരു പുത്തൻ ഉയർ നാടിനേകിക്കൊണ്ട് ഉയരും വീണ്ടും. ആ വിപ്ലവ വീര്യം ജോർജ് ചടയമുറിയിലൊക്കെ പറയുന്നുണ്ടല്ലോ. വിശപ്പ് തിന്നേൻ, വീട് വെടിഞ്ഞേൻ, ഉറ്റവരുടയവരെല്ലാം നിറഞ്ഞ കണ്ണായി നോക്കിയിരിക്കെ പൊള്ളുംകാലിൽ നടന്നേൻ, കിടക്കുവാനൊരു പായില്ലാതെ ലോക്കപ്പ് മുറിയിലിരുന്നേൻ. ഇത് ജോർജ് ചടയമുറിയെ കുറിച്ച് പറയുന്നത് ഭാസ്കരനെ കുറിച്ചും ബാധകമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സമരതീക്ഷ്ണമായ ഇന്നലകളിൽ നിന്നാണ് എന്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്ത് എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങ് തീർത്തവരോട് എൻ കിനാവിൻ മൺകുടിലിൽ ഇരിക്കുന്നു ഞാനാ, പൊൻപുലരി വരുന്നതും നോക്കി എന്റെ ഗാനശേഖരത്തിൻ പൂക്കണി കാണാൻ പൊന്നുഷസേ വന്ന് ചേർന്നാലും. ഒരു പൊന്നുഷസ് വരും എന്ന് ഭാസ്കരൻ സ്വപ്നം കണ്ടിരുന്നു. ആ പൊന്നുഷസിന് വേണ്ടിയാണ് അദ്ദേഹം സമരഗാനങ്ങൾ എഴുതിയത്. പ്രണയം കൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തു. ഏത് നാടോടി ജീവിതത്തെയും പ്രണയം കൊണ്ട് കൂട്ടിച്ചേർത്തു. എന്നിട്ട് നമുക്ക് സമരത്തിന്റെ ഒരു കാൽപ്പനിക പ്രതീക്ഷ തന്നു. ഇത് രണ്ടും അദ്ദേഹം നിർവഹിച്ചു. ആധുനിക കേരളം സൃഷ്ടിക്കാൻ ആവശ്യമായ അടിമണ്ണ് മുഴുവൻ ഭാസ്കരൻ മാഷ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിലാണൊരു പക്ഷേ വയലാറൊക്കെ കെട്ടിപ്പൊക്കുന്നത്. വയലാർ വേറൊരു രീതിയിലാണ്. ഭാസ്കരൻ മണ്ണിലൂടെ നടന്നയാളാണ്. ഈ പാവപ്പെട്ട മനുഷ്യരുടെ മുക്കുറ്റിയും തുമ്പയും ഈ ചെറിയ ചെറിയ പൂക്കളും ഇവിടുത്തെ ഈ നാടോടിപ്പാട്ടുകളും കലകളും ഒക്കെ ആയിട്ട് നെല്ലോലപ്പൈങ്കിളി, നാരായണക്കിളി, നാളേക്കൊരു വെട്ടിപ്പൂവേണം, മാരന്റെ കോവിൽ പൂജിക്കാനാണേ, ദേവന് നേദിക്കാനാണേ എന്ന് പറഞ്ഞിങ്ങനെ പൂക്കളോടൊക്കെ കിനാരം പറഞ്ഞു നടന്ന ഒരു നാട്ടു മനുഷ്യനായിരുന്നു. നഗ്ന പദചാരിയായി പച്ചമണ്ണിലൂടെ നടന്ന പച്ചമണ്ണിന്റെ മനുഷ്യത്വമാണ്. വയലാർ എഴുതിയ വരി ഭാസ്കരനാണ് ചേരുന്നത്. പച്ചമണ്ണിൻ മനുഷ്യത്വമാണ്. അങ്ങനെ പച്ചമണ്ണിന്റെ ജീവിതമാണ് എഴുതിയത്. എത്രയോ ഉദാഹരണങ്ങൾ, ഞാൻ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇതിങ്ങനെ തുടരെ ഇങ്ങനെ പോവുകയാണ് പാട്ടുകൾ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിൾ ഇത്ര ചുവന്നിട്ടില്ല, കണ്ണെഴുതാൻ അറിയില്ല, പൊട്ടുകുത്താൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരിയാണ്. ആ പാവാടക്കാരിയെ കണ്ട ഭാസ്കരൻ പള്ളിക്കൂടം മുറ്റത്തുള്ള പൂത്തിലഞ്ഞി മരഞ്ചാരി പാടം നോക്കി പഠിക്കുന്ന പാവാടക്കാരി പാറി പറന്നുപോയ വഴികളിലൂടെയാണ് ഭാസ്കരന്റെ പ്രണയം സഞ്ചരിച്ചത്. ഈ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ചു. മോയിൻകുട്ടി വൈദ്യരും പുലിക്കോട്ടിൽ ഹൈദറും ചേറ്റുവായ് പരീക്കുട്ടി സാഹിബും ഉബൈദുമൊക്കെ ഉണ്ടാക്കിയെടുത്ത മാപ്പിളപ്പാട്ട് പാരമ്പര്യങ്ങളുടെ എത്രയോ വരികളെ, എത്രയോ സങ്കല്പങ്ങളെ അദ്ദേഹം നാട്ടുപാട്ടിലേക്ക് കൊണ്ടുവന്നു. എത്രയോ ഗ്രാമീണ ഗാനങ്ങളെ അദ്ദേഹം നാട്ടുപാട്ടിലേക്ക് സന്നിവേശിപ്പിച്ചു. അങ്ങനെ നാട്ടു സംസ്കൃതിയിൽ നിന്ന് ഒരു പാട്ട് നവോത്ഥാനം ഉണ്ടാക്കി. നാട്ടു സംസ്കൃതിയുടെ, നാട്ടുപടയണിയുടെ പാട്ട് നവോത്ഥാനം സൃഷ്ടിച്ച പാട്ടിന്റെ നവോത്ഥാന കവി എന്ന് പറഞ്ഞാൽ അത് പി ഭാസ്കരനാണ്. ഇനിയും ഉദാഹരിക്കാൻ ഒരുപാട് പാട്ടുകളുണ്ട്. ഞാൻ അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ പാട്ടിലേക്ക് കടന്ന ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ